എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവം ഒരു അവസരം തന്നു. ഒരു പ്രത്യേക വാർത്ത പറയാനുള്ളത്, നാളെ രാവിലെ മുതൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറുണ്ട്. രാവിലെ 10:30-ക്കും വൈകിട്ട് സൂമിൽ എല്ലാ രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയും. വൈകിട്ട് 7 തൊട്ട് 9 മണി വരെയാണ്. നീണ്ട സമയങ്ങൾ നമുക്ക് ഈ വചനം ധ്യാനിക്കാൻ, കേൾക്കാൻ കഴിയും. ഞാൻ ഒടുവിൽ ഒന്നുകൂടി ആവർത്തിക്കാൻ ശ്രമിക്കാം. എല്ലാവരും തന്നെ ആലപ്പുഴയോട് ചുറ്റി കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാസ്റ്റിംഗ് പ്രെയറിൽ ചർച്ചിൽ നേരിട്ട് രാവിലെ വരാം. വൈകിട്ട് സൂമിലാണ്. എല്ലാവർക്കും ഭവനങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. തീർച്ചയായിട്ടും ഈ 3 ദിവസത്തെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതുപോലെ ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി നാം ഇരുന്ന് പ്രാപിക്കണം. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ശക്തരാകും. നാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ശക്തരാകും. നാം വേദപുസ്തകം വായിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വചനവും ആത്മാവും ഒരുപോലെ നമ്മിൽ ക്രിയ ചെയ്യുമ്പോഴാണ് നമ്മൾ ശക്തരായി മാറുന്നത്. മിറ്റിലും മണലും സിമൻറ്റും ഒരുമിച്ച് ചേരുമ്പോൾ കോൺക്രീറ്റ് ആകുന്നത് പോലെ തന്നെ, അതുപോലെ ഇതെല്ലാം വേറെ വേറെ കിടന്നാൽ ബലപ്പെടില്ല. എന്നാൽ മിറ്റിലും കമ്പിയും കണ്ടോ എന്തെല്ലാം മിശ്രിതങ്ങൾ ഇത് ചേർന്ന് കഴിഞ്ഞാൽ അതിന് മുകളിൽ കൂടി എത്ര വലിയ കണ്ടെയ്നർ ലോറിക്ക് വരെയും പോകാം, അല്ലേ? എന്നാൽ ഇതെല്ലാം വേറെ വേറെ കിടന്നാലോ അതിൻ്റെ മുകളിലൂടെ ഒന്നിനും പോകാൻ കഴിയില്ല. ഇതുപോലെ വചനവും ആരാധനയും പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇവയെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആകുമ്പോൾ, ആരാധന, പ്രാർത്ഥന, ദൈവവചനം ഇവയെല്ലാം കൂടി മിക്സായി ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ അകത്ത് പുതിയ ബലം, പുതിയ കൃപ ഉണ്ടായി വരികയാണ്. എല്ലാ മാസവും, ഒരു മാസത്തിൻ്റെ 3 ദിവസം നാം ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ പരിശീലിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. അതായത് ദൈവം നമുക്ക് തന്നൊരു മാസമാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിക്കുന്നവർ ഇത് ചെയ്താൽ മതി. അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നാം ഇതൊന്ന് പരിശീലിച്ചാൽ നമ്മുടെ ജീവിതം മാറും. ചിലർ പറയും സമയമില്ല. ആര് പറഞ്ഞു? എവിടെയെങ്കിലും തെന്നി വീണ ആശുപത്രി കിടക്കാൻ സമയമുണ്ടല്ലോ, വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ ഈ 4 വഴിക്ക് ഓടുന്നത്. അറിയണം, ദൈവപാദപീഠത്തിൽ ഇരിക്കാൻ നാം പരിശീലിക്കണം. വില മുടക്കിയിരിക്കണം. ദൈവസ്ഥലിരിക്കുന്നവർ അഭിവൃദ്ധിപ്പെടും. അവർ വിശ്വാസ വീരരാണ്. വിശ്വാസത്താലാണ് നാം ഇരിക്കുന്നത്. കർത്താവിനുള്ള കൃപ തരട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് തുടർന്ന് പാടി ആരാധിക്കാം. മരണത്തിൻ താഴ്വര സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വര സ്വസ്ഥമായിരിക്കാം. മനമേ, എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ താഴ്വര സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വര സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ
സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. വേറൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. മറ്റൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം ഈ പാടുന്ന സമയത്ത് തന്നെ ജനങ്ങളുടെ മേൽ പകരുന്നു. സ്വസ്ഥതയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഏത് കൂരിരുൾ താഴ്വരയിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് സ്വസ്ഥമായിരിക്കുവാൻ കഴിയും. കർത്താവിൽ ആശ്രയിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നവർക്കെല്ലാം സ്വസ്ഥമായിരിക്കാൻ കഴിയും. ആ സ്വസ്ഥത ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. എല്ലാ ഭവനങ്ങളിലും ആ സ്വസ്ഥത ഉണ്ടാകട്ടെ. ഓരോ നിമിഷവും സ്വസ്ഥമായിരിക്കാം. സ്വസ്ഥമായിരിക്കാം. വേറൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. മറ്റൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം. ഇന്നൊരു വാക്യം വായിച്ച് നമുക്ക് തുടങ്ങാം. ഇരമ്യാ പ്രവചനം 31:4 വാക്യം. ഇരമ്യാവ് 31:4-5. ഇസ്രായേൽ കന്യകയെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ദൈവം പറയുന്നു വീണ്ടും അഭിവൃദ്ധി. ഒരിക്കൽ അഭിവൃദ്ധി ഉണ്ടായി, എല്ലാം പോയി, തകർന്ന് തരിപ്പണമായി. കടം, ജപ്തി, തകർച്ച, രോഗങ്ങൾ, നിരാശ എല്ലാം പോയെങ്കിലും പേടിക്കണ്ട, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും. അപ്പോൾ അഭിവൃദ്ധി വരുത്താൻ കഴിവുള്ളവൻ ദൈവമാണ്. ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും. അതിൻ്റെ അർത്ഥം നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ദൈവം വരുത്തിയാൽ നാം അതിനെ പ്രാപിക്കണം. അപ്പോൾ അഭിവൃദ്ധി നമ്മൾ ഉണ്ടാക്കുന്നതാണോ? അല്ല, വിഡ്ഢിത്തരമാണ്. നാം നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. അഭിവൃദ്ധി ദൈവം തരുന്ന ഒന്നാണ്. ഇതറിയാൻ പാടില്ലാത്തവരാണ് സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നത്. നമ്മുടെ കഴിവുകൊണ്ടൊന്നും അഭിവൃദ്ധിപ്പെടാൻ കഴിയില്ല. എനിക്ക് എത്രയോ MBBS-ഉം അതിൻ്റെ അപ്പുറവും പഠിച്ച മെഡിസിന് പഠിച്ച കുഞ്ഞുങ്ങൾ വെറും വീട്ടമ്മമാരായിട്ട് പിള്ളേരെ വളർത്തി പിറക്കാത്തിരിക്കുന്ന കാണാം. അവർ വെറുതെ ഇരിക്കുകയാണ്. കാരണം അവർ പഠിച്ച് ഡോക്ടർ ആയതുകൊണ്ടല്ല അവരുടെ വീട്ടിൽ അഭിവൃദ്ധി വന്നത്.
അവർക്ക് ദൈവം കൊടുത്താണ് അഭിവൃദ്ധി. ചിലർ പറയുന്നത് ഞാൻ പഠിച്ച് ഒരു മെഡിസിന് പഠിച്ച് അല്ലെങ്കിൽ ഇത്ര പരീക്ഷകളൊക്കെ എഴുതി കഴിയുമ്പോൾ എനിക്കൊരു അഭിവൃദ്ധി ഉണ്ട്. അല്ല കുഞ്ഞെ, നീ ഇന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നതോ മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെയധികം കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതോ അല്ല അവരുടെ അഭിവൃദ്ധി. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം അവർക്ക് വിശ്രമം കൊടുക്കും. ദൈവം നമുക്ക് വിശ്രമം തരികയും ദൈവം നമുക്ക് അഭിവൃദ്ധി വരുത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ അഭിവൃദ്ധിയും ദൈവത്തിൻ്റെ വിശ്രമവുമാണ് നമുക്ക് വേണ്ടത്. ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇസ്രായേൽ കന്യകേ എന്ന് പറയുമ്പോൾ ദൈവസഭയെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പ് എടുത്ത് കൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നീ വീണ്ടും നൃത്തം ചെയ്യും. നിന്റെ വിലാപങ്ങളെ ദൈവം നൃത്തമാക്കുമെന്ന് മറ്റൊരു വാക്യമുണ്ട്. വിലാപങ്ങളെ നൃത്തമാക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നൃത്തമുണ്ടാകും. 5, നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. നന്മ അനുഭവിക്കും. തോട്ടങ്ങൾ ഉണ്ടാക്കും. ഒന്നും ചെയ്യാതെ അലഞ്ഞുപോയ തകർന്നു പോയവരൊക്കെ വീണ്ടും സമൃദ്ധിയിലേക്ക് മടങ്ങി വരും. ഇതാണ്, അതായത് വിലാപങ്ങളിൽ നിന്ന് നൃത്തങ്ങളിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ കൊണ്ടുവരും. അപ്പം ദൈവം കൊണ്ടുവരുന്ന ഒന്നാണിത്. വിലാപങ്ങളെ, വേദനകളെ, ഭയത്തെ, സങ്കടങ്ങളെ എല്ലാം മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ ഒരു ചരിത്ര തെളിവാണ് ഈ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്ക് യാക്കോബിൻ്റെ ചരിത്രം അറിയാം. യാക്കോബ് ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് അമ്മ പറഞ്ഞിട്ട് ചേട്ടൻ്റെ അനുഗ്രഹത്തെ, അല്ലെങ്കിൽ മൂത്ത മകന് കിട്ടേണ്ട അനുഗ്രഹത്തെ അനിയൻ ചേട്ടനായി അത് വേഷം മാറി പ്രാപിക്കുന്നത്. യാക്കോബ് വാസ്തവത്തിൽ ഒരു നിരപരാധിയാണ്. ഇത് അമ്മയുടെ നിർബന്ധമാണ്. മോനെ, അഥവാ അപ്പൻ ശപിച്ചാൽ, നിന്നെ ചേട്ടനല്ല എന്ന് മനസ്സിലാക്കി ശപിച്ചാൽ ആ ശാപം എൻ്റെ മേൽ വരട്ടെ. ഈ അമ്മയ്ക്ക് അറിയാം ഈ ശാപം ഇവൻ്റെ മേൽ വരില്ലെന്ന്. കാരണം ഇവൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു, നിന്റെ വയറ്റിൽ 2 രാജ്യങ്ങളുണ്ട്. ഇളയവൻ മൂത്തവനേക്കാൾ ശ്രേഷ്ഠനാകും. ഇളയവൻ മൂത്തവനേക്കാൾ ശ്രേഷ്ഠനാകണമെങ്കിൽ അപ്പൻ്റെ അനുഗ്രഹം വേണം. അപ്പോൾ പലരും ശ്രേഷ്ഠരാകാത്തതിൻ്റെ കാരണം മാതാപിതാക്കളുടെ അനുഗ്രഹമില്ല. ആ ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചാൽ പോരാ. ദൈവം അനുഗ്രഹിക്കാൻ ചിലരെ മുകളിൽ വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം വേണം. ചിലർ സഭയിൽ വന്ന് സഭയിൽ വഴക്കുണ്ടാക്കി ദൈവദാസന്മാരെ കരയിപ്പിക്കും. ആ ദൈവദാസൻ്റെ അനുഗ്രഹം കിട്ടില്ല. എന്തൊരു കഷ്ടമാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം, മുതിർന്നവരുടെ അനുഗ്രഹം, ഈ അനുഗ്രഹമൊക്കെ ദൈവം വെച്ച സിസ്റ്റമാണ്. ഈ സിസ്റ്റം പണ്ടേയുള്ള അതിരുകളെ നീ നീക്കരുത് എന്ന് നമ്മൾ സദൃശവാക്യത്തിലൊക്കെ കാണുന്നു. പണ്ട് പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിരുണ്ട്. മുകളിൽ നിന്നാണ് അനുഗ്രഹം വരുന്നത്. അതായത് വലിയവനാണ് ചെറിയവനെ അനുഗ്രഹിക്കേണ്ടത്. അതിനാണ് അപ്പനും അമ്മയും വലിയവരാണ്. നിങ്ങളെക്കാൾ പഠിപ്പ് കുറഞ്ഞാലും അപ്പനും അമ്മയും വലിയവരാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ വലിയ ആൾക്കാരായിരിക്കും. എന്നാൽ നിങ്ങളുടെ അപ്പനും അമ്മയും എത്ര പഠിപ്പില്ലാത്തവരാണെങ്കിൽ വലിയവരാണ്. അവരുടെ ഒരു തണുപ്പ് നമുക്ക് അനുഗ്രഹമാണ്. ഉന്നത ഉദ്യോഗസ്ഥർ, അവരെല്ലാം ദൈവം ആക്കി വച്ചിരിക്കുന്ന അധികാരികളുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ, ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ആരെ നമ്മൾ വിധിക്കുകയോ ശപിക്കുകയോ അവർക്കെതിരെ നിൽക്കുകയോ ചെയ്യരുത്. സഭയിലെ ശുശ്രൂഷകന്മാർ, അവരെ ബഹുമാനിക്കാൻ പഠിക്കണം, ആദരിക്കാൻ പഠിക്കണം. അനുഗ്രഹങ്ങൾ, അപ്പോൾ അനുഗ്രഹം എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലൂടെ വരും. ദൈവം ആ അതിര് മാറ്റില്ല. എന്നിട്ട് ഞങ്ങൾക്ക് ദൈവത്തെ ഭയങ്കര ബഹുമാനമാണ്, ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചോളും, ഒരുത്തൻ്റെ ഔദാര്യവും വേണ്ട. ഇല്ല, നിങ്ങളെ ആക്കിയ എല്ലാ അധികാരത്തിൻ്റെ കീഴെ നിൽക്കുന്ന കാലത്തോളം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടില്ല. ചർച്ചയിൽ നിന്ന് പിണങ്ങിപ്പോയ ആൾക്കാർ വീടുകൾ കയറി ഇറങ്ങി ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും എതിരെ പറയുമ്പോൾ അവരുടെ പുറകെ നടന്ന് അവരുടെ പുറകെ മൊത്തം പോയിക്കൊള്ളാം. പിന്നെ അതേ സഭയിൽ തന്നെ വന്നിരുന്ന് ആ ദൈവദാസനെ കരയിപ്പിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടില്ല. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. ഇതൊന്നും ആർക്കും ഉപദേശമായിട്ട് പറയണ്ട. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് അറിയാം അനുഗ്രഹം എന്ന് പറയുന്നത്
ഒരു സഭയോടും ഒരു കുടുംബത്തോടും ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ബഹുമാനം, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും അവർക്ക് കൊടുക്കേണ്ട മാന്യതയും കൊടുക്കുമ്പോൾ അവരിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. ഒരു സഭയിൽ വരുമ്പോൾ സഭയിലെ ദൈവസഭയോടും ദൈവദാസനോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ബ്ലെസ്സിങ്. അല്ലെങ്കിൽ സഭയിൽ വന്ന് പ്രസംഗം കേട്ട കാര്യമില്ല. ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്, എന്നാൽ പോയേക്കാം. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമൊന്നുമില്ല. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ടി വിയിലെ പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ് നല്ലത്. ഒരു കൂട്ടായ്മ എന്തിനാണ്? ആ കൂട്ടായ്മയിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. വീടൊരു ഫെലോഷിപ്പാണ്. ആ വീട്ടിനകത്തൊരു ബ്ലെസ്സിങ് ഉണ്ട്. ഇതെല്ലാം പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ജ്ഞാനത്താൽ നമുക്ക് പ്രാപിക്കാം. യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചേട്ടൻ അവനെ കൊല്ലുമെന്നായി. കാരണം ചേട്ടൻ്റെ അനുഗ്രഹം ഇവന് അമ്മ പറഞ്ഞിട്ട് ഇവൻ്റെ മേൽ വരികയാണ്. എന്നാൽ അനുഗ്രഹം വന്ന അന്ന് മുതലാണ് ഇവന് ഓട്ടം. എന്നാൽ ഇവൻ ഓടിയതാണ് 28-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. മോനെ, ചേട്ടൻ നിന്നെ കൊല്ലും. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ കൊല്ലാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വഴിയാണ്. ആ പേടി ഒരു ദൈവത്തിൻ്റെ വഴിയാണ്. ചില ഭയങ്ങൾ ചില യാത്രകൾക്കുള്ള വാതിലുകളാണ്. ചില പ്രശ്നങ്ങൾ വന്നാലേ നമ്മൾ ഇന്നായിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരൂ. അപ്പം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. ഇവൻ കൂടാരവാസി എന്നാണ്, ഒരു സാധുശീലനാണ്. എന്നാൽ ഇവനെ ദൈവം ഓടിക്കുകയാണ്. സാധുശീലനെ, വീട്ടിലെ അമ്മയുടെ ചുറ്റിപ്പറ്റി നടക്കുന്നവനെ വീട്ടിൽ നിന്ന് ഇറക്കി ഓടിക്കുകയാണ് ദൈവം. ഇവൻ ഹാരാനിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഹാരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണിയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവേണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിന്മേൽ നിന്ന് ദൈവം അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനോ അറിഞ്ഞില്ല. അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ എന്ന് പറഞ്ഞു. നോക്കണം, അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, യാക്കോബ് എവിടെ തളർന്നു വീണുവോ, യാക്കോബ് എവിടെ നിരാശപ്പെട്ടു വീണുവോ, യാക്കോബ് എവിടെ ക്ഷീണിച്ചുവോ, യാക്കോബ് എവിടെ മടുത്തുവോ, യാക്കോബ് എവിടെ ഒറ്റപ്പെട്ടുവോ, അത് എന്തായി മാറി? ദൈവം ബേഥേലാക്കി മാറ്റി. നാം വീഴുന്നു, നാം തളരുന്നു. ദൈവത്തിൻ്റെ വിളിയുള്ളവൻ, ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവൻ, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുള്ളവൻ, അവൻ എവിടെ വീഴുന്നുവോ അത് ബേഥേലായി മാറും, അനുഗ്രഹമായി മാറും. അവിടെ നിന്നാണ് അവൻ 4 ദിക്കിലേക്ക് പടരുന്നത്. ദൈവം പറയണം, നീ 4 ദിക്കിലേക്ക് പടരും. എവിടെ? നീ കിടക്കുന്നിടത്ത് നിന്ന്. ഇപ്പോൾ നീ ഹാരാനിലേക്ക് പോകും, അവിടെ നിന്ന് നീ മടങ്ങി വരും, നീ ഇവിടെ വരും. നീ എവിടെ വീണുവോ, നീ എവിടെ കരഞ്ഞുവോ, നീ എവിടെ ഒറ്റപ്പെട്ടുവോ, നീ എവിടെ നിലവിളിച്ചുവോ, നീ അനാഥനായി തീർന്നത് എവിടെയാണ്? അവിടെയാണ് നിന്റെ ബേഥേൽ വെളിപ്പെടുന്നത്. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിയണം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അറിയണം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ ഹിതവും അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ ഇടയ്ക്ക് ഒരു ഓടിപ്പോക്കുണ്ട്, ഇടയ്ക്ക് ചില ഭയപ്പെടുന്ന ഓടുന്ന സാഹചര്യമുണ്ട്. ആ ഓട്ടത്തിൽ ഇടയ്ക്ക് സൂര്യൻ അസ്തമിക്കാം, മുന്നോട്ട് പോകാൻ കഴിയാതെ തളർന്ന് കിടക്കുന്ന അവസ്ഥകൾ. ഇത് ആരൊക്കെയോ ഈ വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. മുന്നോട്ട് പോകാൻ കഴിയാതെ ഇറങ്ങി തിരിച്ച പദ്ധതി എത്തിയിട്ടുമില്ല,
സൂര്യൻ അസ്തമിച്ചു. കുഞ്ഞെ, നിന്റെ സൂര്യൻ ഇനിയും ഉദിക്കും. ഇതാ സൂര്യൻ അസ്തമിച്ച് കിടക്കുമ്പോൾ അവൻ തളർന്ന് കിടക്കുന്നിടത്ത് ഒരു സൂര്യൻ ഉദിച്ചു. സ്വർഗത്തോളം എത്തിയ കോവേണി. ഈ ലോകത്തിൻ്റെ സൂര്യൻ അസ്തമിക്കാം, എന്നാൽ നിന്റെ സൂര്യൻ ഒരിക്കലും അസ്തമിക്കുകയില്ല. നിന്റെ സൂര്യൻ ശോഭയോടെ പ്രകാശിക്കും. സ്വർഗത്തിൽ നിന്ന് ദൈവം ആ കോവേണിയുടെ തലക്കൽ നിന്ന് സംസാരിച്ചു, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും. കല്യാണം കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരനാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി, ജീവിതത്തിൽ എങ്ങുമായിട്ടില്ല, ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല, ജീവിതത്തിൽ വാഗ്ദത്തമല്ലാതെ മറ്റൊന്നുമില്ല, ഒന്നും മുന്നിൽ കണ്ടില്ല, ഒരു മരണത്തെ പേടിച്ചോടുകയാണ്. അമ്മ പറഞ്ഞു, മോനെ ഇറങ്ങി ഓടിക്കോ, ഇവിടെ നിന്ന് ചേട്ടൻ നിന്നെ കൊല്ലും. എന്തിനാ? രണ്ടുപേരും എനിക്ക് ഒരു ദിവസം ഇല്ലാതെയാകുന്നത്. അതിൻ്റെ അർത്ഥം ചേട്ടൻ നിന്നെ കൊന്നാൽ ചേട്ടൻ ചാകുന്നതിന് മുമ്പ് നീ ചേട്ടനെയും കൊല്ലും. എനിക്ക് നിന്നെ നന്നായിട്ട്, അതുകൊണ്ട് രണ്ടുപേരും ഒരു ദിവസം എന്തിനാണ് ഇല്ലാതെയാകുന്നത്? അതുകൊണ്ട് ഓടിക്കോ. ചില ഓട്ടങ്ങൾ നന്മയായി മാറും. ദൈവ വിളിയുള്ളവൻ്റെ ഓട്ടം നന്മയാകും. അങ്ങനെ അവൻ ഓടുന്ന കൂട്ടത്തിൽ എത്തിച്ചേർന്ന സ്ഥലമാണ് ഈ മരുഭൂമി. തലയ്ക്ക് കീഴെ കരിങ്കല്ല് വെച്ച് കിടന്നുറങ്ങുമ്പോൾ അവൻ കാണുന്ന ഒരു സ്വപ്നത്തിലാണ് ഇത് പറഞ്ഞത്. എടാ, നീ കിടക്കുന്ന സ്ഥലം ഞാൻ നിനക്ക് തരും. അത് ബഥേലായി മാറും. പ്രിയപ്പെട്ടവരറിയണം, ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവൻ എവിടം വരെ നിനക്ക് ഓടാൻ കഴിയുമോ, എവിടം വരെ നിനക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ, അതിനുശേഷം നീ വീണ് തളർന്ന് മയങ്ങുന്ന സ്ഥലം, അവിടെ നിന്ന് നീ വലുതാകും. ഇന്ന് ഇത് കേൾക്കുന്ന പലരും ഓടി ഓടി തളർന്ന് ഇനി മുന്നോട്ട് പോകാൻ കഴിയാതെ കിടക്കുന്നവരുണ്ട്. നിങ്ങളോടുള്ള സന്ദേശമാണ്, ആത്മഹത്യ ചെയ്യണ്ട, ആത്മഹത്യ ചിന്തിക്കണ്ട. നീ അവിടെ നിന്ന് വലുതാ. നീ വിശാലപ്പെടാൻ പോവുകയാണ്. നീ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം എല്ലാം ദൈവം നിനക്ക് തരും. നമ്മൾ ആദ്യം വായിച്ച വാക്യം അതാണ്. ആ വാക്യം ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്. യിരെമ്യാവ് 31 നമുക്കത് കാണാം. 4 മുതൽ, ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി തരും. അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്ത് കൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. ഇനിയും ശമരിയ പർവ്വതത്തിൽ മുന്തിരിത്തോട്ടം നീ ഉണ്ടാക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നീ ഒരു വിടുതലായി മാറും. നീ തോട്ടമുണ്ടാക്കും, അതിലൂടെ ആയിരങ്ങൾക്ക് ജീവിതമുണ്ടാകും. നീ ഒരുത്തൻ നിമിത്തം ആയിരങ്ങൾക്ക് ജീവിതമുണ്ടാകും. യാക്കോബേ, നീ കാരണം വലിയൊരു സന്തതി ഉണ്ടാകും. നീ കാരണം ആയിരങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. നീ കാരണം ആയിരങ്ങൾക്ക് ജീവിതമുണ്ടാകും. അതുകൊണ്ട് മരണചിന്തകളെ ഉപേക്ഷിക്കുക. നാളെയെക്കുറിച്ച് പേടിക്കണ്ട. നീ എവിടം വരെ ഓടാമോ അവിടെയും വരെ ഓടിക്കോ. അവിടെ തളർന്നു കിടന്നാൽ അവിടെ നിന്ന് ദൈവം നിന്നെ പോക്കും. അതാണ് ഹാഗാറിന് സംഭവിച്ചത്. അവൾ രാവിലെ ഒരു തുരുത്തി വെള്ളവും അപ്പവുമായി പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളവും അപ്പവും തീർന്നു. കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് അവൾ ഒരു സ്ഥലത്ത് കിടക്കുന്നു. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നു, അവളുടെ കണ്ണ് ദൈവം തുറന്നു. ബാലൻ്റെ നിലവിളി ദൈവം കേട്ടു. അവളുടെ കണ്ണു തുറന്നു, ഒരു ഉറവ കണ്ടു. ഉറവയിൽ നിന്ന് വെള്ളം കൊടുത്ത് ബാലനെ കുടിപ്പിച്ചു. ഇത് രണ്ടും ബേർശേബയിലാണ്. യാക്കോബ് വീണ് കിടന്നതും ഹാഗാർ വന്ന് വീണ് കിടന്നതും ഒരേ സ്ഥലത്താണ്, ബേർശേബയിൽ. അവിടെ ഉറവകളില്ല, എന്നാൽ ദൈവം ഉറവയെ കാണിച്ചു. ദൈവം തുറന്നു കൊടുത്തതാണ്. ഇതാ സ്വർഗത്തിലേക്കുള്ളൊരു ഉറവ യാക്കോബിന്. ഇതാ വെള്ളം, ഭൂമിയിലെ ഒരു ഉറവ ഹാഗാറിന്. അവൻ മരുഭൂമിയിൽ, ഹാഗാറിൻ്റെ മകൻ ഇസ്മായേൽ മരുഭൂമിയിൽ വളർന്നു എന്ന്, ഒന്നുമില്ലാത്തിടത്ത് വളർന്നു. അതായത് അതിൻ്റെ അർത്ഥം, ദൈവം നീ പോകുന്നിടത്തോളം ദൈവമുണ്ടില്ല, നീ വീണ് കിടക്കുന്നിടത്തുനിന്ന് ദൈവം തുടങ്ങും. അതായത് നിങ്ങൾക്ക് കഴിയാത്ത കാര്യം ഞാൻ ചെയ്യാം, കഴിയുന്നത് അത്രയും നിങ്ങൾ ചെയ്തു, അവിടെ നിന്ന് ഞാൻ തുടങ്ങും. ഇതാണ് ദൈവം. ഈ സന്ദേശം ആയിരങ്ങൾക്ക് വിടുതലാകട്ടെ, 10,000-ങ്ങൾക്ക് വിടുതലാകട്ടെ. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ആത്മഹത്യ ചിന്ത ഉപേക്ഷിക്കുക. നീ മരിക്കില്ല, നീ ജീവനോടെ ഇരുന്ന് നൃത്തം ചെയ്യും. നൃത്തം ചെയ്യുന്നവരുടെ മുൻനിരയിലാകും. നീ ആയിരങ്ങൾക്കൊരു വിടുതലാകും. നീ മുന്തിരിത്തോട്ടങ്ങൾ വീണ്ടും ഉണ്ടാക്കും. അനേകർക്ക്
അതിൽ ജീവിക്കാൻ ഉപജീവന മാർഗമുണ്ടാകും. നീ കാരണം ആയിരങ്ങൾക്കൊരു ജീവിതമുണ്ടാകും. നീ ഒരു ശുശ്രൂഷകയാകും, നീ ഒരു ശുശ്രൂഷകനാകും. നീ മുഖാന്തരം ആയിരങ്ങൾ ജീവിതത്തിലേക്ക് വരും. നീ ഒരു ബിസിനസ്സുകാരനാകും. നീ കാരണം ആയിരങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വരുമാനമുണ്ടാകും. നീ ഉയർന്ന തലങ്ങളിലെത്തും. ആയിരങ്ങൾക്ക് നീ അധിപനായി മാറും. ഇത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. വിശ്വസിക്കുക, കർത്താവ് അതുപോലെ തന്നെ ചെയ്യും. ഈ വചനം കേട്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയമാകുന്ന നല്ല നിലത്ത് 100 മേനി വിളവായി ഇത് വിളയട്ടെ. ഇത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നോടുകൂടെ പ്രാർത്ഥനയ്ക്കായി തലവണക്കുക. യേശുവിൻ നാമത്തിൽ ഈ വചനങ്ങൾ കർത്താവ് തന്നെങ്കിൽ ഈ വചനം കേട്ടവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. കൃപ കൊണ്ട് അവരെ മൂടണമേ. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. വചനത്തിൻ്റെ ശക്തി അവരെ നിറയ്ക്കണമേ. ജീവിതം തീർന്നെന്ന് ചിന്തിക്കുന്നവർ ഇപ്പോൾ അവരുടെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിൽ അവിടെ നിന്ന് സ്വർഗത്തോളം എത്തുന്നൊരു കോവേണി ഉണ്ടായി വരുന്നതിനായി സ്തോത്രം. ഇവരെവിടെ വീണ് കിടക്കുന്നു, ഇവരെവിടെ തകർന്നു, ഇവരെവിടെ ജപ്തിയാലായോ, ഇവരെവിടെ രാത്രി മുഴുവനും കരഞ്ഞുവോ, ഇവർ എവിടെ ഇരുന്ന് രാത്രി മുഴുവനും പട്ടിണി കിടന്ന് വേദനിച്ചുവോ, ഭക്ഷണമില്ലാതെ ഇരുന്ന് കരഞ്ഞത് എവിടെയാണോ അവിടെ നിന്ന് 4 ദിക്കിലേക്കും പടരുന്ന ഒരു നൃത്തം, ചേലോടെ തപ്പെടുത്ത് നൃത്തം ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ അവരെ മാനിക്കുന്ന ഒരു ദിവസം വേഗത്തിൽ അങ്ങ് കൊടുക്കുന്നതിനായി സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇവരുടെ മേലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. എവിടെ രോഗിയായോ അവിടെ അനേകരെ സൗഖ്യമാക്കുന്നവരാകട്ടെ. എവിടെ കടക്കാരനായോ അവിടെ ആയിരങ്ങൾക്ക് കൊടുക്കുന്നവനായി മാറട്ടെ. എവിടെ നിരാശപ്പെട്ടോ അവിടെ ആയിരങ്ങൾ യേശുവിലേക്ക് തിരിക്കുന്നവരായി ഇവർ മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നാളെ മുതൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിലുണ്ട്. ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഞങ്ങളോടുകൂടെ ഉപവസിക്കാൻ 1 നേരം ഭക്ഷണം വെടിഞ്ഞ്, 2 നേരം ഭക്ഷണം വെടിഞ്ഞ്, 3 നേരം ഭക്ഷണം വെടിഞ്ഞ് ഞങ്ങളോടുകൂടി ഉപവസിക്കാൻ തയ്യാറാണോ? ഈ സഭയിൽ ഉണ്ടാകുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പങ്കുകാരായി നിങ്ങളും തീരുക. എല്ലാ രാജ്യത്തും ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും കഴിയും. പകൽ രാവിലെ, നാളെ രാവിലെ 10:30 മുതൽ 1:30-2 മണി വരെ പകലുണ്ട്. വൈകിട്ട് സൂമിൽ മീഡിയയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. അത് എല്ലാ രാജ്യങ്ങളിലിരുന്നും കൂടാം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.